ഇപ്പം മലയാളികളുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പോൾ വിക്കിപീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഫിലിം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറ അല്ലാത്ത മറ്റെല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ അതിൽ കാണുന്നത് കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യുന്ന ചാരിറ്റികൾക്ക് മെയിനായിട്ട് വരുന്ന ആ ഒരു, എനിക്ക് തോന്നുന്ന ആ ഒരു ഇൻകം സോഴ്സ് പൊതുവെ അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ജോബ് ഉണ്ടായിരുന്നിട്ടുള്ളത് അത് ഈ ഒരു ഫിലിമിനോടുള്ള താല്പര്യം കൊണ്ടിട്ട് റിസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഈ ഒരു ഫിലിം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് തന്നെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇടക്കാലം കൊണ്ടിട്ട് ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. എങ്കിൽ പോലും ചാരിറ്റികൾ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് അത് പറ്റുന്നത്? ആ ഒരു സോഴ്സ് എന്താണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാലും എന്നോടിപ്പോൾ ഇന്നൊരു പരിചയമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ ഐ ആം എ ഡയറക്ടർ, ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ നടനാന്ന് പോലും എനിക്കിഷ്ടം. കാരണം വെച്ചാൽ ഡയറക്ടർക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ അറിവ് ആവശ്യമുണ്ട്. ഒരു നടനോ നടിക്കോ, അല്ല ഞാൻ പറഞ്ഞ ബുദ്ധിപരമായ അറിവ് ആവശ്യമുണ്ട്. ഒരു നടനോ നടിക്കോ ബുദ്ധിപരമായ അറിവിൻ്റെ ആവശ്യമില്ല. നടനോ നടി മണ്ടന്മാരാണെന്നല്ല, പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കാരണം ക്രിയേറ്റീവ് വേണമല്ലോ. ഒരു ദിവസം 5 സീനാണ് എടുക്കുന്നതെങ്കിൽ ഒരു നടൻ ഒരു സീനുള്ളെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് പോകാം. ഡയറക്ടർക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഷൂട്ടില്ല, അയാൾക്ക് റെസ്റ്റ് എടുക്കാം. AI വരെ സിസ്റ്റം നിലനിൽക്കുന്ന നാട്ടിൽ നിങ്ങളാണ് നായികയെങ്കിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലി ചെയ്യാം. ശരിയല്ലേ? അപ്പം നടനോ നടിക്കോ അതുണ്ട്. ഇപ്പം നിങ്ങളുടെ സൗണ്ട്സ് അത്ര ശരിയല്ല, നിങ്ങളൊരു കന്നഡ മാത്രം അറിയുന്ന വ്യക്തിയാണ്, എനിക്ക് വേണമെങ്കിൽ വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കാം. സംവിധായകൻ അങ്ങനെ അല്ല, വേറെ ആളെ വെക്കാൻ പറ്റില്ല. എടാ എനിക്ക് പറ്റില്ല, നീ ഇന്നാണോ നോക്കുന്നത്, അയാൾ മനസ്സിലുള്ളതാവണമെന്നില്ല അവൻ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്കിലും ഞാൻ എവിടെയെങ്കിലും ഞാനൊരു മനുഷ്യസ്നേഹിയാണ്, ഞാനൊരു ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണെന്ന് അല്ല, ഇവിടെ പലരും പറയാറുണ്ട് കാരുണ്യം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കി നോക്ക്. എവിടെ പറയുമ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എവിടെയും പറയുന്നുണ്ടോ ഞാനിങ്ങനെ ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണെന്ന്? ഇല്ല, ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസിലേ ഉള്ളൂ, അല്ലാതെ അതിൽ എന്നെ പണ്ഡിറ്റ് ഒരു ചാരിറ്റി ചെയ്യുന്ന ആളാണെന്ന് താങ്കൾ തന്നെ ലേബൽ ചെയ്തു എന്നല്ല അല്ല ഞാൻ പറയുന്നത്. അല്ല, പക്ഷെ മറ്റു പലരും അങ്ങനെ പറയാറുണ്ട്. അവരെ ആ ടാഗ് ലൈൻ തന്നെ മനുഷ്യത്വത്തിന് വേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെ മനുഷ്യനെ വേണ്ടി ജീവിക്കുന്നവർത്തൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് ശരിക്കും മറ്റുള്ളവരാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്, നമ്മളല്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. അപ്പം ആദ്യ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. പിന്നെ മുതൽ എനിക്ക് ശരിക്കും ആവറേജിലാണ് പോയത്. എനിക്ക് നഷ്ടം കൈകൊള്ളുന്നൊന്നുമില്ല, ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ലാഭമാണ് ഒരു ഇത് വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇനോഗ്രേഷൻസ്, നമുക്ക് ഇതേപോലുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂസ് എന്നൊക്കെ കിട്ടുന്ന വരുമാനം എടുത്തിട്ടാണ് ബാക്കി ചാരിറ്റി ചെയ്യുന്നത്. അവിടെയും ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കാം, മനസ്സിലായില്ലേ? കുട്ടികളെ പഠിപ്പിക്കാൻ ഭീകരമായ പഠിപ്പിക്കലൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബുക്കായാലും ബാഗായാലും ചെറിയ ഫീസ്, പിന്നെ 1-2 കുട്ടികളല്ലല്ലോ, 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെയല്ലേ പറ്റൂ? നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നവണല്ലോ. ഇപ്പോൾ തന്നെ ഈ പരിപാടി കാണുന്നവർക്ക് 2 മക്കളല്ലെങ്കിൽ ആ 2 മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്? അപ്പോൾ 100 കണക്കിന് കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്തോഷം വേണ്ടിയിട്ട് എത്രമാത്രം മുറുകണം എന്നൊന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോൾ ചെറിയ രീതിയിലാരും ചെയ്യുന്നു. പിന്നെ ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്നെടുക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുംകുട്ടി, അതായത് തയ്യൽ മിഷൻ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, അല്ല ആണായാലും പെണ്ണായാലും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. നമ്മളിങ്ങനെ ഒരാൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുക, ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രളയം പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ, പെട്ടെന്ന് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ വീട് തകർന്നു, ഇപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വീട് തകർന്നിരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട, അതും വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല, സന്തോഷ് പണ്ഡിറ്റ് ഷീറ്റും പൈപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു താൽക്കാലിക ആശ്വാസം അത്രയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അംബാനിയുടെ മോനൊന്നുമല്ലല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ എന്നോട് പല ആളുകളും ശരിക്കും പൈസയൊക്കെ ചോദിക്കാൻ ഞാൻ പറയും, മോളെ അല്ലെങ്കിൽ മോനെ പൈസ ചോദിക്കേണ്ട, തരൂല. 5 രൂപ ചോദിച്ചു, ചേട്ടാ എനിക്ക് വിശക്കുന്നു. അതേപോലെ പലരെയിൽ നിന്നും 5 രൂപ കിട്ടിയിട്ട് വേണം ഒരു ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിനക്ക് ഞാനൊരു ഊണ് നിനക്ക് ഇഷ്ടമുള്ളൂ കഴിച്ചോ, ഊണെന്നല്ല പൈസ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5 രൂപയിൽ കൂടിയില്ലേ, സാരമില്ല. അതിനു വേണ്ടി അവൻ വേറെ ആളെ മുന്നിൽ കൈ നീട്ടണ്ട. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു തയ്യൽ മെഷീനാണ് വാങ്ങി തരുന്നെങ്കിൽ ആ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം. അതിൽ പിന്നെയും ഞാൻ പണി വെച്ച് അല്ല, അത് ഞാൻ അപ്പോൾ ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ആ ചെയ്യുന്നത് നിങ്ങളൊരു ബാത്റൂം ആണെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയാണ് ഇനി വേറെ മുന്നിൽ കൈ നീട്ടാൻ കഴിയുന്നതും. പിന്നെ ലേബർ ചാർജ് ഉള്ള സാധനങ്ങൾ അത് ആ വ്യക്തി തന്നെ നോക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ വീട്ടിൽ, സ്വന്തം വീട്ടിലേക്കാണല്ലോ, മനസ്സിലല്ലേ? അപ്പം കോൺട്രിബ്യൂഷൻ വേണം. സന്തോഷ് പണ്ഡിറ്റ് കുട്ടിയെ പഠിപ്പിക്കുന്നേ ഉള്ളൂ, സാധനങ്ങൾ വാങ്ങിച്ചു പഠന ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പഠിക്കുക എന്നുള്ളത് ആ കുട്ടി ചെയ്യണം, നോട്ട് ദ പോയിന്റ്. സന്തോഷ് പണ്ഡിറ്റ് പശുക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആണും പെണ്ണും ആടും കൊടുക്കും. അപ്പോൾ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. ഇതിനെ വലുതാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയാണ്. സന്തോഷ് പണ്ഡിറ്റ് തയ്യൽ മെഷീനേ കൊടുക്കുന്നുള്ളൂ. അടുത്ത വീടുകളിൽ പോയി തുണി കളക്ട് ചെയ്ത് ബ്ലൗസോ ചുരിദാറോ ഷർട്ടോ അടിപ്പിക്കേണ്ടത്, അടിച്ച് പൈസയാക്കേണ്ടത് ആ സ്ത്രീയാണ്. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന ഏത് കാര്യം എടുത്താലും അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റിലാണ് ഒരു കാര്യം നടക്കുകയുള്ളൂ. ഏത് ചാരിറ്റി എടുത്താലും നിങ്ങൾക്ക് ജനറലി ഒരു സ്വഭാവമുണ്ട് സന്തോഷം ചെയ്യുന്നതിൽ. പണം കൊടുക്കുന്നില്ല, അപൂർവമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, എന്നാലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ അവരുടെ കൂടി ഇതിൽ വേണം. അതിനെ വിലയുണ്ടാവും. നിങ്ങൾ ഒരാൾക്ക് വെറുതെ ഫ്രീ ആയിട്ടൊരു വീടുണ്ടാക്കി കൊടുത്ത ഒരു വിലയും ഉണ്ടാവില്ല. അവർ പറയും ആ ഹോളിൻ്റെ സൈസ് കുറവാണ്, എന്തെങ്കിലും കുറ്റം കുറവും കണ്ടും പിടിക്കും. എല്ലാവരും അല്ല, ചില ആളുകൾ. അതേസമയം ഞാൻ പറയുന്നത് നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുക്കാം. ചേട്ടാ ലേബറൊക്കെ വിളിച്ച് ചെയ്തോ, അതിനെ പൈസയോ അത് നിങ്ങൾ എവിടെയും കണ്ടെത്തണം, കഷ്ടപ്പെടട്ടെ, സ്വന്തം വീടല്ലേ. ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? അങ്ങനെയുണ്ട്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണിച്ചു കൊടുത്തു, അയ്യോ ചിലരുടെ ലൈവാണ്, കുട്ടിക്ക് 50 പവൻ കൊടുക്കാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടോ, പക്ഷേ ഇപ്പം ആകെ ബുദ്ധിമുട്ട്, അച്ഛൻ്റെ ആകെ 5 പവനേ ഉള്ളൂ, ഞാൻ ഈ ലൈവിൽ വന്ന് എല്ലാവരും പൈസ അയക്കും. അപ്പോൾ എല്ലാവരും അയ്യോ കുട്ടിയുടെ കല്യാണം മുടങ്ങുമോ. നിങ്ങളെന്താണ് സ്ത്രീധനത്തെ പ്രൊമോട്ട് ചെയ്യണോ? ഞാൻ ചോദിച്ചു തെറ്റുണ്ടോ? 5 പവനേ ഉള്ളൂ. ഈ അച്ഛൻ എന്ന് ആദ്യം അറിഞ്ഞൂടെ 5 പവനേ ഉള്ളൂ എന്ന്? എനിക്ക് 5 പവനേ തരാൻ പറ്റും. അല്ല പക്ഷേ അവൻ നല്ല ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ ചിലപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് കരുതി ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവൻ എന്തിനാണ് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്? ഈ പെൺകുട്ടിക്ക് 5 പവൻ എന്നല്ല, 1 പവൻ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കപ്പെടാൻ ആണുങ്ങൾ റെഡിയാണ്. ഇവിടെ പലർക്കും പെണ്ണേ കിട്ടുന്നില്ല. ആ നാട്ടിലാണ് ഒരുത്തൻ 50 പവൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവന് വേണ്ടി കയ്യും കാലും പിടിച്ച് ലൈവിൽ പൈസ ഇട്ട് നിങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ അവന് വല്ല വിലയുണ്ടാവുമോ? ആ പെൺകുട്ടിക്ക് വല്ല വിലയുണ്ടാവും? അല്ല, നിങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതല്ലേ കുറച്ചുകൂടി നമ്മുടെ ചാരിറ്റി എന്താണ് വേണ്ടത്? അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റ്. ഒരു കുറച്ച് ഭിന്നശേഷിയായിട്ടുള്ള ഒരാൾ എന്നെ ഫോൺ ചെയ്യാണ്, സാർ പൈസ തരൂ. ഞാൻ പൈസ പരിപാടിയില്ല, ഒക്കെ പ്രൂവ് ചെയ്തു ഇയാളിങ്ങനെ ആണെന്ന് പറഞ്ഞു. സാർ എനിക്കധികം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഞാൻ പറഞ്ഞു മൂവ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുട നിർമ്മാണം, അങ്ങനെ പേന നിർമ്മാണം, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചന്ദനത്തിരി നിർമ്മാണം, അതിനിപ്പോൾ കയ്യും അല്ല ചെയ്യാമല്ലോ. അപ്പോൾ ഇയാളല്ലേ സാർ അത് മാർക്കറ്റിങ് ബുദ്ധിമുട്ടും. ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം, എൻ്റെ ഉത്തരം. ഇയാൾ വിട്ടു. പിന്നെ അയാൾ വിളിക്കുന്നില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മലയാളികൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? വേർപ്പിൻ്റെ അസുഖമാണോ? ഞാൻ അയാളെ പറഞ്ഞതല്ല. അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇത്രയും നാളുകളിൽ ഈ മൂവികൾ എടുത്തതിൽ നിന്ന് ഈ പറയുന്ന ഒരു ക്യാമറ മാത്രം ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ഫീൽഡും കൈകാര്യം ചെയ്യുന്നത് അഭിനയിക്കുന്നോണ്ടാണ്. ഓ ആണ്. അപ്പൊ ഇനി ഒരു ക്യാമറയിലേക്കും കൂടെ വേറെ ആളാണ് നായകനെങ്കിൽ സംഭവിക്കാം. വേറെ ആളാണ് നായകനെങ്കിൽ സംഭവിക്കണം എന്നില്ല. എനിക്ക് കുറച്ചും കൂടെ സത്യം പറഞ്ഞാൽ വേറെ ആളെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴാണ് ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുക. എവിടെയാണ്? കാരണം ഡയറക്ടർ ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ മൈൻഡിലുള്ളത് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 12 വർഷത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. എൻ്റെ അഭിനയം കറക്റ്റാണോ എന്ന് പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരും വെച്ചിട്ടില്ല. ഞാനൊരു ഭൂലോക പിശുക്കനായതുകൊണ്ട് ഞാൻ ആരോടും വെച്ചിട്ടില്ല. ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ അഭിനയം ബാക്കിയുള്ളവർക്ക് പോട്ടെ, എനിക്കത് കൃത്യമായി സന്തോഷ് സാറെ ഒന്നുകൂടെ പറയുമോ ശരിയായില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വീട് തെറ്റി കിട്ടോ, ഇങ്ങനെ പറയാൻ എനിക്കൊരാളില്ല. മേ ബി ക്രിട്ടിക് ചെയ്യാൻ പറ്റാത്തതിലപ്പുറമായിരിക്കാം. ഞാൻ ആളെ വെച്ചിട്ടില്ല. ആകെ ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത്തരത്തിലുള്ള മൂവികൾ ഞങ്ങൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് വ്യൂവേഴ്സിന് കിട്ടട്ടെ എന്ന് തന്നെ. പക്ഷേ നിർമ്മാതാവിനെ കൂടെ കിട്ടട്ടെ എന്നാണ് പറയേണ്ടത്. സന്തോഷ് പണ്ഡിറ്റിന് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ളൊരു നിർമ്മാതാവ് കിട്ടണം. ഇവിടെ കുറേ കൂതറ പടങ്ങൾ എടുക്കുന്നു, അല്ല അങ്ങനത്തെ ആളുകൾക്കേ കിട്ടുന്നുണ്ട്. നമ്മുടെ സത്യം അത് എനിക്ക് കുറേ നിർമ്മാതാക്കൾ വന്നിരുന്നു. പക്ഷേ സന്തോഷ് സാറെ ഞാൻ എത്ര പൈസയും മുടക്കാം, നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കും. വെച്ച പൈസ കിട്ടുമോ? 1 രൂപ പോലും തിരിച്ചിട്ടുള്ള നിർബന്ധമില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിർമ്മാതാവ് പാലും പൊക്കിയോടും. ഞാൻ എന്താണ് പിന്നെ പറയേണ്ടത്? ലാഭമാവുമെന്ന് ഞാൻ എങ്ങനെ പറയും? ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമയെ 8 നിലയിൽ പൊട്ടുന്നു. പിന്നെയാണോ ഈ മനുഷ്യനൊരു സന്തോഷ് പണ്ഡിറ്റിനെ വെച്ചെടുത്ത പടം വിജയിക്കുന്നു ഞാൻ എങ്ങനെ പറയും?
പക്ഷെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾ 1 കോടി മുടക്കും സാർ, 100 കോടിയെ ഞാൻ തിരിച്ചു തരാം എന്ന കളമാണ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടത്. കുറേ വിഡ്ഢികളായ നിർമ്മാതാക്കൾ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്. അവരവിടെ ഇവിടെ പോയി തലവെക്കുന്നു, ഇവരെ കൃത്യമായ ഒരു ഭാഗം ആൾക്കാർ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ചില അജണ്ടകൾ വെച്ചുകൊണ്ട് പൈസ ഇടുന്നു, ചിലർക്ക് ഈ പൈസ എന്ത് ചെയ്യണം എന്നറിയാതെ വരുന്നു. ഇങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യുന്നു. മറിച്ച് പല നടന്മാരും അവർ ചെയ്ത സിനിമകൾ 95% ഹിറ്റാണ്. ഒരു നടൻ അയാൾ തന്നെ നിർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയാറുണ്ട്, ഇത് കൈകൊള്ളില്ല. നിങ്ങളെടുത്ത് നോക്കൂ. നിങ്ങൾ കൊറിയൻ സിനിമയെക്കുറിച്ച് സംസാരിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ച് സംസാരിക്കും, നല്ല കാര്യമാണ്. നിങ്ങൾ മലയാള സിനിമയിൽ എന്താ നടക്കുന്നു കൂടെ ഒന്ന് റിസർച്ച് ചെയ്യുന്നത് നന്നാവും. ഒരു സൂപ്പർ സ്റ്റാർ, ഏത് സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, ആ വ്യക്തി നിർമ്മിക്കുന്ന 95% സിനിമകൾ വിജയിക്കാറുണ്ട്. അയാൾക്ക് ബോധമുണ്ട്. അയാൾ കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. അയാളെ സെറ്റിൽ കള്ളും കഞ്ചാവൊന്നുമില്ല. അയാൾ പരമാവധി 15 ദിവസം 20 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. അയാളെ സിനിമയിൽ അധികം തല്ലില്ല, അയാളെ സിനിമയിൽ അധികം പാട്ടില്ല, അയാളെ സിനിമയിൽ അധികം ക്രൗഡ് സീനില്ല. അയാൾക്കറിയാം പൈസ പോകുന്നത് ഇതിലൊക്കെയാണ്. ബുദ്ധിപൂർവ്വം ചെയ്യുന്നു. ഇതേ നടൻ വേറൊരു നിർമ്മാതാവിൻ്റെ പടത്തിൽ വരുമ്പോൾ 50% എങ്കിലും 8 നില പൊട്ടും. കാരണം അത് നിർമ്മാതാവിൻ്റെ കുറ്റമല്ലേ? അല്ല, ഇങ്ങനെയും ഒരു പെർസെപ്ഷനുണ്ട്. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. എല്ലാവരും പുതിയ സിനിമ കേരള ലൈവാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.